ഓം നമോ ഭഗവതേ വാസുദേവായ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണദ്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണീയം 1-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം വായിച്ച് അർത്ഥം പറയാം. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. അടുത്ത വരി ഇത്തിരി പാടാണ്, തെറ്റിക്കാതെ ശ്രദ്ധിച്ച് പദം പിരിച്ച് ബുക്കിൽ അടയാളപ്പെടുത്തുക. തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം. തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേദേ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത്സച്ഛത്വാത് യദാച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേദേ. സത്വം യത് തത് പരാഭ്യാം. സത്വം യത് തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയൈസ്തേ. ഭൂതേന്ദ്രിയൈസ്തേ കുട്ടി വായിക്കുമ്പോൾ ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി, വപുർ പ്ലസ് ഇതി, വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം. ഭരണിയുടെ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേദേ. എൻ്റെ അർത്ഥം പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. പരാഭ്യാം എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടിനോടും അപരികലനതഃ കൂടിച്ചേരാത്തതുകൊണ്ട് നിർമ്മലം പരിശുദ്ധമായ യത് തത് സത്വം ഏതൊരു സത്വഗുണമുണ്ടോ തേന താവത് ഭൂതൈഹി അതുകൊണ്ട് മാത്രം ഉണ്ടായവയായ ഭൂതേന്ദ്രിയൈഹി ഭൂതേന്ദ്രിയങ്ങളാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, ജലം, അഗ്നി, വായു ഇവയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഭൂതം. ഭൂതൈഹി അതുകൊണ്ട് മാത്രം ഉണ്ടായവയായ ഭൂതേന്ദ്രിയങ്ങളാൽ ഉണ്ടായതാണ് തേ വപു അവിടുത്തെ ശരീരം ഇതി എന്ന വ്യാസവാക്യം. വ്യാസമഹർഷിയുടെ വാക്ക് ബഹുശ വളരെ പ്രാവശ്യം പലപ്പോഴും ശ്രൂയതേ കേൾക്കപ്പെടുന്നു. ഏതെന്നുകൊണ്ട് തത് ആ ശരീരം സ്വച്ഛത്വാത് സ്വച്ഛത കൊണ്ട് അച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. അച്ഛാദിത എന്ന് പറഞ്ഞാൽ മറവില്ലാത്ത, പരസുഖം പരമാനന്ദം, ചിത് ഗർഭനിർഭാസരൂപം ചിത്തിനുള്ളിൽ വിളങ്ങുന്ന രൂപമുള്ളവയായിത്തീരുന്നു. തത് അതിനാൽ ശ്രുതിമധുരവും മതിമധുരവും സുഗ്രഹേ വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതുമായ തേന തസ്മിൻ വിഗ്രഹേ അങ്ങയുടെ ആ രൂപത്തിൽ
ധന്യാത്മാക്കൾ രമന്തേ രമിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സാക്ഷാത് ഗുരുവായൂർ അമ്പലത്തിൽ തെളിഞ്ഞു വിളങ്ങുന്ന ആ വിഗ്രഹത്തെയാണല്ലോ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. ബ്രഹ്മം എന്നാണ് അല്ലേ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമാണ് ബ്രഹ്മം. അപ്പോൾ ഇവിടെ പറയുന്നത് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിച്ചേരാത്ത പരിശുദ്ധമായ സത്വഗുണം കൊണ്ടുണ്ടായ ഭൂതേന്ദ്രിയങ്ങളോട് ചേർന്നതാണ് അവിടുത്തെ ശരീരം. ബ്രഹ്മത്തിൽ ഗുണാരോപം ഉണ്ടാകുമ്പോൾ മൂർത്തികൾ മൂന്നായിത്തീരുന്നു. ആരൊക്കെയാണ്? ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. അങ്ങനെ അതിൽ സത്വഗുണപ്രധാനിയാണ് മഹാവിഷ്ണു, രജോ ഗുണപ്രധാനിയാണ് ബ്രഹ്മാവ്, തമോ ഗുണപ്രധാനിയാണ് ശിവൻ. ഇവർക്ക് ബ്രഹ്മാവിന് സൃഷ്ടി കർമ്മമാണ് ചെയ്യേണ്ടത്, വിഷ്ണു സംരക്ഷിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരം അത് ഈ മൂർത്തികളുടെ ജോലിയാണ്. ഭഗവാനെ ഇവിടെ സത്വഗുണപ്രധാനൻ ആണല്ലോ, അതുകൊണ്ട് ഭഗവാനെ ശുദ്ധ സത്വസ്വരൂപമായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ സാക്ഷാത് പവനപുരപതേ അല്ലേ, സാക്ഷാത്തായിട്ടാണ് പറയുന്നത്. ബ്രഹ്മതത്വമായിട്ട് തന്നെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു. വീണ്ടും പറയുകയാണ്, അങ്ങനെ രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കലരാത്ത പരിശുദ്ധമായ ഭഗവാന്റെ രൂപം കേൾക്കുന്ന മാത്രമല്ല, ശ്രുതിമതിമധുരം, അതിമധുരം. അപ്പോൾ ശ്രുതിമധുരവും അതിമധുരവുമാണ്. അപ്പോൾ ഈ ശ്രുതിമധുരമാണെന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. പണ്ട് അമ്പാടിയിൽ ലീലകളാടിയ ശ്രീകൃഷ്ണ ഭഗവാനുണ്ടല്ലോ, ആ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മതത്വമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ തെളിഞ്ഞു വിളങ്ങുന്നത്. കണ്ണൻ്റെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്തെന്നില്ലാത്ത ആനന്ദം, ശ്രുതിമധുരമാണ്. കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്തെന്നില്ലാത്ത ആനന്ദത്തെ പ്രദാനം ചെയ്യും, സാന്ദ്രാനന്ദം അല്ലേ. അങ്ങനെ ശ്രുതിമധുരവും ആയിട്ടുള്ള ആ ഭഗവാന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സുഗ്രഹമാണ്. സുഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം. അങ്ങനെ ശ്രുതിമധുരവും സുഗ്രഹവുമായ ആ വിഗ്രഹത്തിൽ ധന്യാത്മാക്കൾ എപ്പോഴും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ രമിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ പരമാനന്ദമായിട്ടുള്ള ഭക്തി ഉള്ളത് കൊണ്ടാണ് ആ ധന്യാത്മാക്കൾ രമിക്കുന്നത്. അതിന് ഭക്തി ഉണ്ടാകാൻ എന്ത് വേണം? വളരെ എളുപ്പത്തിൽ ശീലിക്കാവുന്നതേ ഉള്ളൂ. നിരന്തരമായിട്ട് ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കുക, സത്സംഗങ്ങളിൽ പെടുക, സൽക്കഥകൾ കേൾക്കുക, സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുക. അങ്ങനെ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ജ്ഞാനവും വൈരാഗ്യവും തനിയെ ഉണ്ടാകും. ജ്ഞാനവൈരാഗ്യങ്ങൾ, വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി എന്നാണ് അർത്ഥം. ജ്ഞാനവും ഉണ്ടാകും, വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ചേരാതെ സ്വതന്ത്രമായിട്ട് കഴിയുവാനുള്ള ഒരു അവസ്ഥ. പലതിനോടും നമ്മൾ ചേർന്ന പല കാര്യങ്ങളും പറഞ്ഞ് ആൾക്കാരുമായിട്ടല്ലേ കൂടുതൽ സംവദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയേണ്ടി വരും. പറയുമ്പോൾ അത് ചിലപ്പോൾ മറ്റു പലരെയും വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റവും കുറവും അറിയാതെയൊക്കെ പറഞ്ഞു പോകും. ഈ വൈരാഗ്യം ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ കഴിയും. അതിനോടും താല്പര്യമില്ല, ഭഗവാന്റെ കഥകൾ മാത്രം കേൾക്കുക, എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേനതാവത്. രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിക്കലരാത്ത ഏതൊരു സത്വഗുണമുണ്ടോ ആ സത്വഗുണത്താലുണ്ടായ ഭൂതേന്ദ്രിയങ്ങളാൽ ഭൂതേന്ദ്രിയസ്തേ വപുരുദിപകിശ ശ്രൂയതേ വ്യാസവാക്യം. വ്യാസൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ആ രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിക്കലരാത്ത സത്വഗുണപ്രധാനാണ് ഭഗവാൻ എന്ന അവിടുത്തെ വപുസ് എന്ന് വ്യാസമഹർഷി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വ്യാസമഹർഷിയാണല്ലോ 18 പുരാണങ്ങൾ രചിച്ചതും. ഈ 18
പുരാണങ്ങൾ രചിച്ചു. ഭൂപുരാണങ്ങൾ, വേദങ്ങളൊക്കെ വേദത്തെ നാലായിട്ട് വ്യസിച്ചുകൊണ്ട് വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷ്ണദ്വൈപായനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ വേദവ്യാസം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ വപുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശുദ്ധ സത്വസ്വരൂപമാണ്. ഒന്നിനോടും രജോ ഗുണവും തമോ ഗുണവും ഒന്നും കൂടി കലർന്നിട്ടില്ല. സത്വഗുണപ്രധാനിയാണെന്ന് വ്യാസമഹർഷി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. തസ്മിൻ ഭൂതേന്ദ്രിയസ്തേ വപുരിദിവകിശ ശ്രൂയതേ വ്യാസവാക്യം തത് സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. അത് ആ ശരീരമാകട്ടെ ഉള്ളിൽ പരമാനന്ദ സ്വരൂപമായി മറവില്ലാതെ വിളങ്ങുന്നു. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അങ്ങനെ ശ്രുതിക്കും മതിക്കും മധുരവും സുഗ്രഹവുമായ അങ്ങയുടെ രൂപത്തിൽ ധന്യാത്മാക്കൾ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുന്നവർക്ക് ആ ഭക്തിരസം അനുഭവിച്ച് ആ പരമാനന്ദം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ ചുരുക്കി പറയുന്നത്. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ ഗുരുദിബഗുശ ശ്രൂയതേ വ്യാസവാക്യം തത്സച്ഛത്വാത് യദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. പദം പിരിച്ച് നിങ്ങൾക്ക് വായിച്ച് പഠിക്കുവാൻ പാകത്തിന് വായിച്ചു തരാം. ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ വായിക്കുക. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത്. വായിച്ചോ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ ഗുരുദിവഗുശ ശ്രൂയതേ വ്യാസവാക്യം. ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ ഗുരുദിവഗുശ ശ്രൂയതേ വ്യാസവാക്യം. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ ഗുരുദിവഗുശ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാത് യത് അച്ഛാദിത. ഇത്രയും വായിക്കുക. തത് സ്വച്ഛത്വാത് യദച്ഛാദിത. അതങ്ങനെ തന്നെ പല പ്രാവശ്യം പറയുക. തത് സ്വച്ഛത്വാദച്ഛാദിത. തത് സ്വച്ഛത്വാത് യദച്ഛാദിത. തത് സ്വച്ഛത്വാദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. തത് സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. തത് സ്വച്ഛത്വാത് യത് വരെ പറയുക. അത് കഴിഞ്ഞ് അച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. തത് സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ.
ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണാതെ പഠിക്കുവാൻ പാകത്തിനായിട്ടുണ്ട്. എങ്കിലും ഞാൻ ആ ശ്ലോകം ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരാം. ആരും തെറ്റ് ഉച്ചരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ നാരായണീയ പഠനം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ആ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ് നമ്മൾ പഠിക്കുക. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേവ പുരുതിബഹുശ ശ്രൂയതേ വ്യാസവാക്യം തത്സച്ചത്വാത് യത് അച്ഛാദിതപരസുഖജിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേദേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരായണീയ പഠനം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും തുടർന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അപ്പം അടുത്ത ക്ലാസ് അടുത്ത ദിവസം എടുക്കാം. ഒരു ശ്ലോകമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 3-ാമത്തെ ദിവസമായി 3-ാമത്തെ ശ്ലോകമാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.